ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നല്ല സമാധാനപരമായ ബീച്ചിൻ്റെ മോർണിംഗ് ഒക്കെ എൻജോയ് ചെയ്തൊരു പടം വരയ്ക്കാനായി കോവളം ബീച്ചിലാണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ ഫഹദ് ഫാസിൽ അഴിഞ്ഞാടിയ വേഷം, വെങ്കണ്ണൻ എന്ന വേഷമാണ്. അതിലെ ഫഹദ് ഫാസിലിനെയാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യമായി കണ്ണ് വരയ്ക്കുന്നതാണ് പ്രധാന ഇത്. ഫസ്റ്റ് നമ്മൾ കണ്ണ് വരച്ച് പൂർത്തിയാക്കിയാൽ എല്ലാം ഒരു പരിധി വരെ നമുക്ക് ഓക്കെ ആയെന്നാണ്. ഈ പടത്തിൽ കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ കണ്ണ് ഈസിയായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ കണ്ണാടിയുടെ ഷേപ്പും വരച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു. മുകളിലുള്ള നമ്മുടെ കൺപീലിയാണ്, മുകളിലത്തെ പിരികം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നമ്മൾ മീശയിലോട്ട് കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നല്ലവണ്ണം ഔട്ട്ലൈൻ വരയ്ക്കുക. ഔട്ട്ലൈൻ വരച്ച് എല്ലാം സെറ്റാക്കിയാൽ പിന്നെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുക ഈസിയാണ്. ഔട്ട്ലൈൻ കറക്റ്റായി ഷേപ്പാക്കി നമ്മൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്തൊക്കെ വരയ്ക്കുക. എല്ലാം ഓക്കെ വരും. ഞാനിപ്പോൾ ചെയ്യുന്ന തന്നെ ഈ കണ്ണ് വരച്ച് പൂർത്തിയാക്കിയ ശേഷം എല്ലാത്തിൻ്റെയും ഔട്ട്ലൈൻ മാക്സിമം കറക്റ്റാക്കി ഒരിതും ഇല്ലാതെ വരയ്ക്കാൻ സാധിക്കും. ഈ ബീച്ചെന്ന് പറയുന്ന ഒരു പ്രത്യേക വൈബാണ്. നമുക്ക് നല്ല സമാധാനമായിരിക്കും, എല്ലാമായിരിക്കും. നമുക്ക് വരയ്ക്കാൻ ആരും ഒരു ശല്യപ്പെടുത്തില്ല. വരുന്നവർ പോലും നമുക്ക് പോകുന്ന ഒരു ഫോറിനിലേർ അവർ ഫസ്റ്റ് ഒന്ന് നോക്കി രണ്ടാമത് നമ്മൾ നോക്കുന്നില്ല. അവർ അവരുടെ പാട് നോക്കി പോവുകയാണ്. നമുക്ക് നല്ല സമാധാനപരമായിട്ട് നമ്മളെ ജോലി ചെയ്യാനുള്ളൊരു ഫലമായിട്ട് നമുക്ക് ബീച്ച് കിട്ടും. അതെല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പോൾ ഈ മീൻ പിടിക്കാൻ പോകുന്ന ചേട്ടന്മാർ വരെ എന്നോട് പറഞ്ഞ് എണീച്ച് മാറണ്ട, അവിടെ ഇരുന്ന് വരച്ചു എന്നാണ്. അത്രയും സ്നേഹപരമായിട്ടാണ് അവരും പെരുമാറുന്നത്. കടന്നെല്ലാം വരച്ച് ചെയ്യുന്ന അവസാനത്തെ ഇത് മാലയാണ്. ഔട്ട്ലൈൻ വരച്ചിട്ട് ഫുള്ള് കളറായി ബാക്കി മൊത്തം ബ്രഷിന് തന്നെ പെയിൻ്റ് അടിച്ച് കളറാക്കി ലാസ്റ്റ് ഈ ഫൈനൽ ടച്ചപ്പാണ് ഈ മാല അങ്ങനെ എന്നൊക്കെ ഉള്ളത്. അതും വരച്ച് പൂർത്തിയാക്കി ഒരു 10-15 മിനിറ്റ് നല്ല വെയിലായിരുന്നു, അവിടെ ഉണങ്ങാൻ വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് കഴുകിയൊക്കെ കാണിക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ വെള്ളത്തിനനുസരിച്ച് പോലെ പെയിൻ്റുകളായി പോകുന്നില്ല. 10 മിനിറ്റ് ഉണങ്ങാൻ വെച്ചതേ ഉള്ളൂ. നല്ല രീതിയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റി.